അതിൽ തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. പലർക്കും അറിയാം, എന്നാലും ഒരു ഔപചാരികതയ്ക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേര് ഷഫീദ. ഞാൻ മലപ്പുറം ജില്ലയിൽ കാളികാവാണ് സ്വദേശം. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. കാളികാവ് ബഡ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വിമ്പിളിന്റെ കീഴിൽ ഓട്ടിസം മാനേജ്മെന്റ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ADHD മാനേജ്മെന്റുള്ള കോഴ്സ് വരാൻ പോകും. ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ മോർണിംഗ് സെഷന്റെ ഒരു 34ാമത്തെ ക്ലാസ് ആണിത് അല്ലേ? അപ്പൊ ഇതിനകം നമ്മളൊരു 33ഓളം ടോപ്പിക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അതല്ലെങ്കിൽ എന്താണ് പറയാ, കുറച്ചുകൂടെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു അല്ലേ? നമ്മുടെ പ്രഭാതങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാകാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സമയത്തുള്ള ക്ലാസ്സുകൾ കൊണ്ട് അതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനീ പറഞ്ഞതുപോലെ വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ ക്ലാസ്സുകൾ, തിയറി ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്ലാസ്സുകൾ നമ്മൾ കേട്ടതാണ്. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലുക്ക് ക്ലോസർ, there's wonder everywhere. നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല, മറിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടും കാണാതെ പോകുന്ന കുറേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് മാത്രം കണ്ടുപോകുന്ന കുറേ കാര്യങ്ങൾ നമുക്കിടയിലുണ്ട് അല്ലേ? ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാണുന്നതിന്റെ ആംഗിൾ ഒന്ന് മാറ്റി പിടിച്ചു നോക്കുക. അതല്ലെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനൊപ്പം ഹൃദയം കൊണ്ടുകൂടി കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ ചുറ്റുള്ള കാഴ്ചകൾ കുറച്ചുകൂടി മനോഹരമായിരിക്കും. അതിപ്പോഴും മനോഹരമാണ്, പക്ഷെ അതിന്റെ ഒരു സൗന്ദര്യമൊന്നും നമ്മളിൽ പലരും അറിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പൊ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ എന്തെങ്കിലും ഭംഗിയുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ എന്തെങ്കിലും കൗതുകത്തിന്റെ ഒരു എലമെന്റ് അവശേഷിക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. അതായത് ഞാൻ ചോദിക്കട്ടെ, ഒരു പൂ വിരിയുന്ന ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ? കിളികളുടെ കളകൂജനം നമ്മൾ കേട്ടിട്ടുണ്ടോ? വീണ് കിടക്കുന്ന പൂവിലെ ഭംഗി നമ്മൾ കണ്ടിട്ടുണ്ടോ? പഴനൂലുകൾ പെയ്തിറങ്ങുന്ന സുന്ദര നിമിഷത്തെ നമ്മൾ നോക്കി നിന്നിട്ടുണ്ടോ? ഇളങ്കാറ്റിന്റെ മർമരം നമ്മളോട് കിന്നാരം പറഞ്ഞിട്ടുണ്ടോ? പുതുമണ്ണിന്റെ, തുളസിയുടെ, നാരകത്തിന്റെ, മുല്ലപ്പൂവിന്റെ ഗന്ധം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടോ? മൺചിരാതില് കത്തുന്ന തിരിനാളത്തെ അല്ലെങ്കിൽ മെഴുകു തിരിനാളത്തെയൊക്കെ നമ്മൾ നോക്കി നിന്നിട്ടുണ്ടോ? മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം നമ്മളിൽ എന്തെങ്കിലും കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ടോ? മഴത്തുള്ളികൾ ഇലച്ചാർത്തുകളിൽ നൃത്തം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു കപ്പ് ചായയിൽ എന്തെങ്കിലും അസാധാരണത്വം നമുക്ക് കാണാനാവോ? സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ചുറ്റും ഉള്ള കാര്യങ്ങളാണ്, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് അല്ലേ? കണ്ടിട്ട് നമ്മൾ ഇതൊന്നും പലപ്പോഴും ഇതിനൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. ചായക്കപ്പിലെ അസാധാരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ഇത് വണ്ടർ ഇൻ എ ടീക്കപ്പ്. അതായത് ഒരു കൊച്ചുമോളുണ്ടായിരുന്നു, ആമിന എന്ന് പേരുള്ള ഒരു മോള്. അവൾ എല്ലാ ദിവസവും എന്ത് ചെയ്യും, അതിരാവിലെ വെളിച്ചം വെക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടപ്പുറത്തുള്ള അവളുടെ മുത്തശ്ശിയുടെ വീട്ടിൽ പോകും. അവളുടെ മുത്തശ്ശി എന്ന് പറഞ്ഞാല് സിൽവർ കളർ മുടിയിഴകളുള്ള, നല്ല തിളങ്ങുന്ന കണ്ണുകളുള്ള, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ ആമിന ചെല്ലുമ്പോഴെല്ലാം ആമിനയുടെ മുത്തശ്ശി ഇതുപോലെ ജനാലക്കരികിലിരുന്ന് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വെള്ള നിറത്തില് നീല പൂക്കളുള്ള ഒരു കപ്പില് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
ജാസ്മിൻ ഫ്ലേവറിലുള്ള ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാ ദിവസവും അമ്മനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ അമ്മനെ ചോദിക്കുകയാണ്, മുത്തശ്ശി നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ? എല്ലാ ദിവസവും ഒരേ ജനാല, ഒരേ കപ്പ്, ഒരേ ചായ ഇതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോ ബോറടിക്കൂലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശി പറയാണ്, മോളെ എനിക്ക് ബോറടിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞാനിത് വളരെ ആസ്വദിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിനക്കത് മനസ്സിലാവണമെങ്കിൽ നീ അവിടെ നിന്ന് നോക്കാതെ എന്റെ കൂടെ വന്നിരുന്നിട്ട് ഈ ചായക്കപ്പിനെ ഒന്ന് നോക്കണം എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു കൊടുക്കാണ്, ഇത് വെറും ഒരു ചായക്കപ്പല്ല. ഇതിനകത്ത് വണ്ടർ ഉണ്ട് എന്ന് പറയണം, അത്ഭുതം ഉണ്ടെന്ന് പറയാം. അപ്പൊ അവള് പറയും, ഇതിനിപ്പോ എന്താ, ഇതിനെന്താ ഇത്ര പ്രത്യേകത? ഇത് ജസ്റ്റ് ഒരു ചായക്കപ്പല്ലേ എന്ന് ചോദിക്കും ആമിന. അപ്പൊ മുത്തശ്ശി പറയാണ്, ഇത് വെറും ഒരു ചായക്കപ്പല്ല. ഇറ്റ്സ് എ കപ്പ് ഓഫ് ഹാപ്പിനെസ്. നീ ശരിക്കും ഇതിനൊന്ന് അടുത്ത് വന്ന് നോക്കിയേ. ഈ ചായക്കപ്പിൽ നിന്ന് ഇങ്ങനെ പുക മേലോട്ട് പോകുന്നുണ്ട് ല്ലേ? ഈ പുകയും പ്രഭാത സൂര്യന്റെ സ്വർണ്ണ നാളികളും ചേർന്ന് അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്വർണ്ണ നൂലുകൾ നെയ്യുന്നുണ്ട്. അതുപോലെ നീ എന്റെ ജനാല നോക്കിയേ. ചായയിൽ നിന്ന് പൊങ്ങി വന്ന നീരാവിയാണ് ആ ജനാലിൽ ഒരു മഴവില്ലിനെ വരച്ചിട്ടത്. നമ്മളിരിക്കുന്ന മുറി നിറയെ ഉള്ളത് ചായയിൽ നിന്ന് പൊങ്ങി വന്ന ജാസ്മിൻ ആണ് ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഒരു സിപ്പ് എടുക്കുന്നു, എന്നിട്ട് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഒരു സിപ്പ് എടുക്കും, പിന്നെ ഇങ്ങനെ കണ്ണടിച്ചിട്ട് ഇരിക്കണം. അപ്പൊ അത് കേട്ടപ്പോ അവൾക്ക് ജസ്റ്റ് ഒന്ന് അവളൊന്ന് സ്റ്റക്കായി. എന്നിട്ട് അവള് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് അവളും ഇതുപോലെ അവളുടെ ഒരു പഴയ കപ്പ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചായ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അവൾ ഇതേപോലെ മുത്തശ്ശി എടുക്കുന്ന പോലെ ഒരു സിപ്പ് എടുത്തിട്ട് ഇങ്ങനെ കണ്ണടിച്ച് കുറച്ചു നേരം ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോ അവൾക്ക് മനസ്സിലായി എന്ത്, ഈ ചായക്കപ്പിൽ നിന്നുള്ള ചൂട് അവളുടെ കയ്യിലൂടെ ഇങ്ങനെ പടർന്ന് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ശാന്തത അവളുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിന്നു. അങ്ങനെ ക്രമേണ അവൾ മനസ്സിലാക്കാൻ തുടങ്ങി, എന്ത്, ഇതിനകത്തൊക്കെ ഒരു ഭംഗിയുണ്ട്, സൗന്ദര്യമുണ്ട്, നമ്മൾ കാണാത്ത എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് അവൾക്കും ക്രമേണ മനസ്സിലായി തുടങ്ങി. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഇതിപ്പോ സാധാരണ ഒരു ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചു എന്ന് പറഞ്ഞാൽ അത് തീരും. പക്ഷെ അതിനകത്ത് കുറേ സൗന്ദര്യങ്ങൾ ഇങ്ങനെ കാണാനുള്ള ഒരു കഴിവ്, അത് ആസ്വദിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവുമ്പോഴാണ് ഇതിനകത്തൊക്കെ ഒരു ഭംഗിയുടെ എലമെന്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളെല്ലാവരും ഈ ഓട്ടപ്പാച്ചിലാണ് അല്ലെ? നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരും. നമ്മൾ പറയും ജോലി ഇല്ലാന്ന് പറയുന്ന വീട്ടമ്മമാര് വരെ ഓടിക്കൊണ്ടിരിക്കണം. അവരാണ് ശരിക്കും, അവർക്ക് പണി എന്താ പറയാ, ഒരു ലീവും ഇല്ല, അങ്ങനത്തെ ഒരു പണിയാണല്ലോ അത്. അപ്പൊ എല്ലാവരും ബിസിയാണ്. നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യണം. ഒന്ന് ബ്രീത്ത് ചെയ്യണം. ഒന്ന് ചുറ്റുപാടും നോക്കുക. അപ്പോഴാണ് ഇതുപോലെ കാണാൻ കൗതുകമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുറേ കൗതുകങ്ങളെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുള്ളൂ. ദ മാൻ ഓൺ ദി ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കഥ പറയാം. അതായത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ, ആളിങ്ങനെ അതിരാവിലെ ഇതുപോലെ ആ ടൗൺ ഉണരുന്നതിന് മുമ്പ് തന്നെ അയാൾ എന്ത് ചെയ്യും? നടക്കാൻ ഇറങ്ങും. അങ്ങനെ അയാളുടെ കഴുത്തിലൊരു ബ്രൗൺ കളറിലുള്ള ഒരു ഷോള് ചുറ്റി, അയാളുടെ കയ്യിലൊരു വുഡൻ വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ ആയിട്ടാണ് അയാൾ നടക്കാൻ ഇറങ്ങുക. എല്ലാ ദിവസവും ഇങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് നടന്ന് കുറച്ചു ദൂരം എത്തുമ്പോ അവിടെ ഒരു പാർക്ക് ഉണ്ട്. അപ്പൊ ആ പാർക്കില് വലിയൊരു മരമുണ്ട്. ആ മരത്തിന് താഴെ ഒരു വുഡൻ ബെഞ്ച് ഉണ്ട്. ഈ വൃദ്ധനായിട്ടുള്ള ആള് ഈ മരത്തിന്റെ ബെഞ്ചിലിരിക്കും. എന്നിട്ട് വെറുതെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കണ്ണടച്ച് കുറെ നേരം ഇരിക്കും. ഇത് സ്ഥിരം ഉണ്ടാകുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രഭാതം പോലും അദ്ദേഹം മിസ്സാക്കുന്നില്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ അത് കാണുമ്പോ ചുറ്റും ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ പറയും, ഇയാൾക്ക് എന്താ എല്ലാ സമയത്തും വന്നിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാണാം. എന്താണ് തനിക്ക് സുഖല്ലേ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ സംസാരിക്കും. ഇദ്ദേഹം അതിനൊന്നും പ്രതികരിക്കാണ്ട് ഇദ്ദേഹം അത് കേൾക്കുന്ന പോലുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു കുസൃതിയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് ചോദിക്കാണ്, അങ്കിൾ എന്താണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ? എല്ലാ ദിവസവും ഇരിക്കുന്നത് കാണാലോ.
ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സന്തോഷമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ ഇദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഒരു കണ്ണ് മാത്രം ഇങ്ങനെ തുറന്നിട്ട് അവളെ നോക്കിയിട്ടൊന്നിങ്ങനെ പുഞ്ചിരിച്ചു. എന്നിട്ട് അവളോട് പറയാണ്, "ഞാന് വെറുതെ ഇരിക്കുകയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ വെറുതെ ഇരിക്കുകയല്ല. നോക്ക്, ഈ ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങി വരുന്ന സൂര്യപ്രകാശമുണ്ട്. രാവിലെ വരുന്നൊരു സൂര്യപ്രകാശം. ഞാൻ ആ വെയില് കായാണ്. അതുപോലെ ഇവിടെ എപ്പോഴും വരുന്ന ഒരു ഇളംകാറ്റുണ്ട്. അതെന്നെ ഇങ്ങനെ തഴുകി തലോടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇളംകാറ്റും എനിക്കതെന്റെ ഒരു പഴയ സുഹൃത്ത് വന്നിട്ട് എന്നോട് സംസാരിക്കുന്ന പോലെ ഒരു ഫീലാണ് ഈ കാറ്റ് കൊള്ളുമ്പോ എന്ന് പറയാം. ഈ കാറ്റിനോട് ഞാനിങ്ങനെ ചോദിക്കും, നീ എന്തേ ഇന്നലെ വരാതിരുന്നെ? അല്ലെങ്കിൽ ഇന്ന് നീ എന്തേ നേരത്തെ എത്തിയേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കാറ്റിന്റെ ചില മർമ്മരങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് കേൾക്കുമ്പോ എനിക്ക് എന്താ ഈ ഒരു ഭൂമിയുടെ ഒരു സംഗീതമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുകയല്ല. ഞാൻ ഈ സംഗീതം ഇങ്ങനെ കേട്ടുകൊണ്ട് ഞാനിത് ആസ്വദിച്ചിട്ടിരിക്കുകയാണെന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോ ഇവൾക്കും കുറച്ച് കൗതുകം തോന്നിയിട്ട് ഇവളെന്താക്കും, ഇവളും ആ ബെഞ്ചിന്റെ മറ്റേ അറ്റത്തിരിക്കും. ഇതുപോലെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഒരേ മരത്തിന്റെ താഴെ ഒരേ ബെഞ്ചില് 2 ജനറേഷനിലുള്ള ആളുകൾ ഇങ്ങനെ കണ്ണടച്ചിട്ടിരിക്കുകയാണ്. അവിടെയുള്ള പ്രഭാത വെയിലും രാവിലെയുള്ള ഇളം തണുപ്പും ആ ഒരു ഇളം കാറ്റൊക്കെ അവരെ തഴുകി തലോടി ഇങ്ങനെ കടന്നുപോയി. ഞാൻ പറയാ, എല്ലായ്പ്പോഴും സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നില്ല. ചില സമയമൊക്കെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോഴും ഒരു ഹാപ്പിനെസ് വരാനുണ്ട്. അതെന്ന് പറയുന്നത് ശാന്തതയിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമാണ്. അല്ലേ? നമ്മള് വളരെയധികം ശ്രദ്ധിച്ച് ചുറ്റുപാടിനെ കേൾക്കുമ്പോ, കാണുമ്പോ, അറിയുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമാണ്. അങ്ങനെ ചില സന്തോഷങ്ങളൊക്കെ ഭൂമിയിലുണ്ട്. നമുക്കത് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പ്രപഞ്ച സൃഷ്ടാവിലേക്കൊക്കെ എത്തുന്നത്. പറയാനുള്ളത്, ഇങ്ങനെ കറങ്ങി 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 ഓടി ഓടി ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ജസ്റ്റ് ഒന്ന് ഇരിക്കണം. എല്ലാ ദിവസവും ഒരു കുറച്ചു നേരം അതിനൊന്ന് മാറ്റിവെക്കണം. ഈ ദ ലിറ്റിൽ ഗേൾ ആൻഡ് കാറ്റർപില്ലർ എന്നുള്ള ഒരു കഥയും കൂടെ പറയാം. അതായത് ഒരു ലിയന എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പെൺകുട്ടി. അവൾ എന്ത് ചെയ്യും, എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ബാഗും പുസ്തകങ്ങളും ചെരുപ്പും എല്ലാം എറിഞ്ഞിട്ട് അവൾ നേരെ തൊടിയിലേക്ക് ഇറങ്ങും. അവൾ ഇങ്ങനെ മുറ്റത്തും തൊടിയിലും പാടത്തും പറമ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ആളാണ്. അങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഓടി തുള്ളിച്ചാടി നടക്കുന്നതിനിടയിൽ അവൾ ഒരു ദിവസം ഒരു കാഴ്ച കാണുക. അതായത് ഒരു ഇലയില് ഒരു ചെറിയ കുഞ്ഞിപ്പുഴു ഇങ്ങനെ മരിച്ചു പോകുന്നത്. ആ കുഞ്ഞിപ്പുഴു എന്ന് പറയുന്നത് അതിന്റെ മേനിയൊക്കെ ഇളം പച്ചയും മഞ്ഞയും കലർന്നിട്ടുള്ള ഒരു പട്ടുപോലെ മിനുസമുള്ള ഒരു പ്രതലാണ്. ശരിക്കും സ്വർണ്ണ നൂലുകൾ ഇങ്ങനെ നെയ്തെടുത്ത പോലെ ആണ് അതിനെ കാണാന്. അതിന്റെ കറുത്ത മൃദുവായിട്ടുള്ള പാദങ്ങൾ കൊണ്ട് അതിങ്ങനെ ഇലകളിലോട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവളിങ്ങനെ അതിന്റെ മൂവ്മെന്റ്സ് നോക്കാം. അതിങ്ങനെ ചെറുതാവുന്നു, പിന്നെയും നീളുന്നു, പിന്നെയും ചെറുതാവുന്നു, പിന്നെയും നീളുന്നു. അപ്പൊ അത് ശരിക്കും ആ പുഴു നൃത്തം ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നുക. അപ്പോഴും അതിന്റെ ചെറിയ വായ കൊണ്ട് ആ ഇലച്ചാർത്തുകൾ ഇങ്ങനെ കടിച്ചെടുക്കുന്നതൊക്കെ അവളിങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അവൾ ആ പുഴുവിനോട് ചോദിക്കാണ്ട്, എന്താണ്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ എന്താണ് എന്നോട് മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പുഴു ഉത്തരവൊന്നും പറയുന്നില്ല. ആ ദിവസം അവള് വൈകുന്നേരം കിടക്കുമ്പോ അവളുടെ ഡയറിക്കകത്ത് കുറിപ്പ് പുസ്തകത്തിനകത്ത് അവള് കുറിച്ചിടുന്നുണ്ട്. ഇന്ന് ഞാനൊരു കുഞ്ഞിപ്പുഴുവിനെ കണ്ടു. ഇളം പച്ചയും മഞ്ഞയും കലർന്ന പട്ടുപോലുള്ള മേനിയുള്ള ഒരു കുഞ്ഞിപ്പുഴു. അതിങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. അതെന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനതിനോടും ചോദിച്ചതിന് പോലും അതൊന്നും ഉത്തരം തന്നിട്ടില്ല. പക്ഷെ ആ നിമിഷം, ആ പുഴുവിനെ കണ്ട നിമിഷം എൻ്റെ ഉള്ളിലുണ്ട്. ഇതിനു മുമ്പ് പലതവണ ഞാൻ പുഴുവിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു നിമിഷം എൻ്റെ ഉള്ളിൽ നിറച്ചൊരു നിമിഷമാണ്. ആ പുഴു എന്നെ എങ്ങനെ ശാന്തമായിട്ടിരിക്കാന്ന് എന്നെ പഠിപ്പിച്ചു. അതായത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കളിക്കാൻ ഇങ്ങനെ ഗാഡ്ജറ്റ്സുകളോ അല്ലെങ്കിൽ ടോയ്സുകളോ ഒക്കെ തന്നെ വേണമെന്നില്ല. ചിലപ്പോ ഒരു പച്ചിലക്കും ഒരു കുഞ്ഞിപ്പുഴുവിനൊക്കെ നമ്മുടെ മക്കളിലെ ഉള്ളില് ഒരു കൗതുകം ജനിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുവരാനൊക്കെ
ചിലപ്പോൾ കഴിഞ്ഞേക്കും. നമുക്കതിനെന്ത് വേണം? നമ്മുടെ ചുറ്റും നോക്കാനുള്ള കണ്ണുകൾ വേണം. ചുറ്റുപാടും കേൾക്കാനുള്ള കാതുകൾ വേണം. അല്ലേ? നമ്മുടെ ഇവിടെ ചുറ്റുമുള്ള എല്ലാ മണത്തെയും നമ്മൾ സ്വീകരിക്കണം. നമ്മൾ അറിയണം. അപ്പോഴാണ് ചുറ്റുള്ളതിന്റെയൊക്കെ ഭംഗിയും കൗതുകവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പലപ്പോഴും ഓർഡിനറി തിങ്സ് ഒക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറുന്നത് കാണാം. ഇല്ലേ? എങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിയായ ആളുകളുടെ കൂട്ടത്തിലിരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ. അതിന് ഏറ്റവും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്? നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും ആരുടെ കൂടെയാ ചായ കുടിക്കാൻ പോവാ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ ആയിരിക്കും അല്ലെ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും ചായ കുടിക്കാൻ പോവാ. അത് തന്നെയാണ് ആ ചായ കുടിയെ സ്പെഷ്യൽ ആക്കുന്നതും. ഒന്ന് നമ്മൾ ചായ കുടിക്കാൻ തന്നെയാണ് പോകുന്നത്. ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പൊ അവരത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും ഒരാളുടെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ കൂടെ നമ്മുടെ അതേ വേവ് ലെങ്ത്തുള്ള അതേ വൈബിൽ ഒരാളെയായിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ചൂസ് ചെയ്യാം. അപ്പോഴാണ് നേരത്തെ മുത്തശ്ശി പറഞ്ഞതുപോലെ ആ ചായക്കോപ്പയിൽ ഉണ്ടാവുന്ന സൗന്ദര്യങ്ങളൊക്കെ നമുക്ക് വീക്ഷിക്കാൻ കഴിയുള്ളൂ. അതർവൈസ് ഇറ്റ്സ് എ മിയർ കോഫി അല്ലെ, മിയർ ടീ അങ്ങനെ മാത്രമായിട്ട് അവശേഷിക്കും. അപ്പോ എന്ത് ചെയ്യുന്നു? എല്ലാ കാര്യങ്ങളും ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നു, ആരുടെ കൂടെ ചെയ്യുന്നു എന്നതിനൊക്കെ നമ്മൾ ആശ്രയിച്ചിരിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. നമ്മൾ ആസ്വദിച്ചതോ ആസ്വദിക്കാൻ മറന്നതോ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. കുറെ കാലം കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ചെറിയ കാര്യങ്ങളായിരിക്കും എല്ലാം. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ചോദിക്കാം. നമ്മളിപ്പോ ഇത്രയും വർഷമായല്ലോ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്. അപ്പോ നമ്മൾ ഈ ഇത്രയും വർഷത്തെ ഈ ഒരു ലൈഫിനിടയ്ക്ക് നമുക്ക് ഏറ്റവും ഫീൽ ചെയ്തൊരു മൊമെന്റ് ഏതാണ്? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിനക്ക് ഓർക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് അവരോട് ചോദിക്കാം. നമ്മൾ ചിലപ്പോൾ വില കൂടി സമ്മാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ടാവും. അല്ലേ? ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാവും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോഴല്ലേ. ഉറപ്പാണല്ലോ അങ്ങനെ സംഭവിക്കുമല്ലോ. പക്ഷെ അവര് കുറെ കാര്യങ്ങൾ പറഞ്ഞാലും അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു സെൽഫി എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ മുടി ഒന്ന് പിന്നിട്ട് കൊടുത്തായിരിക്കും അവൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൊമെന്റ്. അല്ലെങ്കിൽ നിങ്ങൾ മക്കൾക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇത് നിനക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു മിഠായി, അത് വിലപിടിപ്പുള്ള മിഠായി ഒന്നും ആവണമെന്നില്ല, വളരെ ചെറിയൊരു മിഠായി അവളുടെ കയ്യിൽ കൊടുത്തിട്ട് നിനക്കാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരാളെ ചെറിയൊരു കാര്യം കൊടുത്തിട്ട് ഒരാളെ നമ്മൾ പരിഗണിക്കുകയാണ് അല്ലേ? പരിഗണനയാണല്ലോ എല്ലാവർക്കും വേണ്ടത്. അപ്പൊ അവര് ഹാപ്പി ആക്കാൻ ആ മിഠായിക്ക് കഴിയും. അതല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൊമെന്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ രണ്ടാളെന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിച്ചത്. ഇങ്ങനെ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ അവർക്ക് ഓർക്കാൻ ഇഷ്ടമുണ്ടാവുക. ഇതുപോലെ തന്നെ നമ്മുടെ പാരന്റ്സിനോടായിക്കോട്ടെ, നമ്മുടെ മക്കളോടായിക്കോട്ടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാവും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊരു അവരെ പരിഗണിച്ചതിന്റെ ഒരു കഥ പറയാന്. അതല്ലെങ്കിൽ അവരെ നന്നായിട്ട് കേട്ടതിന്റെ, അവരെ ചേർത്ത് പിടിച്ചതിന്റെയൊക്കെ ഒരു കഥ പറയാൻ അവർക്കുണ്ടാവും. എപ്പോഴും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ ഹാപ്പിനെസ് കിടക്കുന്നുണ്ട്. നമ്മളെപ്പോഴും എന്താണ്, നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു വിദൂരമായിട്ടുള്ള ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന എന്തോ ഒന്നായിട്ട് നമ്മൾ അതിനെങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ കാത്തിരുന്ന ആ നാളെയുള്ള സന്തോഷിക്കാനുള്ള ആ നാളെയുള്ള ദിവസം അത് ഇന്നാണെന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടാഗ് ലൈനിൽ ഒരു ദിവസവും നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നില്ല. നമ്മുടെ കയ്യിൽ ആകെ കൂടിയുള്ളത് നമ്മൾ ഈ ജീവിക്കുന്ന ഈ നിമിഷം മാത്രമാണ്. നാളെ നമുക്കറിയില്ല നമ്മളിലേക്ക് എത്തുമെന്ന്. ഇന്നലെ കഴിഞ്ഞും പോയില്ലേ? ഈ കുറച്ച് നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ശരിക്കും. അപ്പോ ഈ നിമിഷം എന്താണ്? നമ്മളത് അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലേ? ചുറ്റുമുള്ളതിനൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറച്ചും കൂടി അർത്ഥമുള്ളതാവുന്നത്. അല്ലേ? ചിലപ്പോ ചിലർക്ക് ഹാപ്പിനെസ് ആണ് അവിടെ ആഘോഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനെന്ത് വേണം? വലിയ വലിയ കാര്യങ്ങൾ വേണം. ഇപ്പൊ നമുക്കൊരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കണം, അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ വരണം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി, ഒരു വെഡിങ് ആനിവേഴ്സറി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവാർഡുകൾ കിട്ടണം, അങ്ങനെ അംഗീകാരങ്ങൾ കിട്ടണം. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ മാത്രമാണ് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതെന്നാണ് ചിലരുടെയൊക്കെ ഒരു ധാരണ. ശരിക്കും അങ്ങനല്ല അല്ലെ? നമ്മളിങ്ങനെ സങ്കല്പിക്കുക, നമ്മുടെ മക്കളും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ
വെറുതെ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ മഴ കണ്ടിരിക്കുന്നത്, ചായ കുടിച്ചിരിക്കുന്നത്, ഇല്ലേ? ചിലപ്പോ ചിലർക്കൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ഏകാന്തതയെ ഇങ്ങനെ ആസ്വദിക്കുന്നത്, ഇല്ലേ? ചുറ്റും എന്താ പറയാ, പെയ്യുന്ന മഴയെ നമ്മൾ നോക്കി നിൽക്കുന്നത്, ഇല്ലേ? ഈ എട്ടുകാലി വല നെയ്യുന്നത് കാണാനൊക്കെ നല്ല രസാണ്. അതുപോലെ ഈ ചിതൽപുറ്റുകളില്ലേ മരത്തിലൂടെ ഇങ്ങനെ അരിച്ചു കയറുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിലൊക്കെ സൗന്ദര്യമുണ്ട്. ഇതിനൊക്കെ ഒരു വണ്ടർ ഉണ്ട്. ഇതൊക്കെ എന്താണ് കണക്ട് ചെയ്യുന്നത് പ്രപഞ്ച സൃഷ്ടാവിലേക്കാണ്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ നിറഞ്ഞൊഴുകും. ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കൂടുതൽ ഡീപ്പായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ. കാരണം നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. ഇതിലൊക്കെ ഒരു സൗന്ദര്യം കൂടെ നമുക്ക് വീക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം ഇതിനൊന്നും കഴിയാത്ത കുറേ മനുഷ്യരുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആണെന്നുള്ളൊരു ഫീൽ വരും. മാത്രല്ല എത്ര മനോഹരമായിട്ടുള്ള ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ല്ലേ? എന്നിട്ട് ഇതൊന്നും കാണാതെ അങ്ങട് സ്പീഡിൽ അങ്ങ് പോയാലോ? അപ്പൊ അത് വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു? പോകുന്നതിനിടയിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. എല്ലാ ദിവസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എങ്കിലും ഒന്ന് പോസ് ചെയ്യാം. ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഒരു ചായക്കപ്പ് ആയിട്ട് കുറച്ചു നേരം ഒന്ന് ഇരിക്കുക. ഇല്ലേ? മുത്തശ്ശി പറഞ്ഞതുപോലെ ആ ചായക്കപ്പിലുള്ള അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും അതൊരു മീ ടൈം ആണ്. നമ്മൾ നമ്മളെ തന്നെ വെറുതെ ഇരിക്കുകയല്ല ശരിക്കും. നമ്മൾ നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ടൈമാണത്. നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്ന, നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ചികഞ്ഞ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആസ്വദിച്ചിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ബാക്കിയുള്ള ആ ഒരു 24 മണിക്കൂറിലേക്ക് ഓടാനുള്ള ഒരു ഇന്ധനാണ് ശരിക്കും ആ ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലേ? അപ്പൊ നമ്മൾ അതിനെ അറിഞ്ഞ് ആസ്വദിച്ച് ചെയ്യാൻ പഠിക്കണം. എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നത്? ഒന്ന് നമ്മൾ വളരെ ബ്ലെസ്ഡ് ആണെന്നുള്ള ഒരു ഫീൽ നമുക്ക് വരും. നമ്മുടെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലാതെ കൂടും. അല്ലേ? നമ്മൾ ഭയങ്കരമായിട്ട് മൈൻഡ്ഫുൾ ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്താണ് നമ്മൾ ഈ എല്ലാത്തിലും ഒരു സൗന്ദര്യം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രോങ് പോസിറ്റീവ് ഔട്ട്ലുക്ക് വരും. അതുപോലെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ വരച്ചിടുക അങ്ങനെയുള്ള രീതിയിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ നന്നായിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കും. നമ്മുടെ എല്ലാ സ്ട്രെസ്സുകളെയും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത്. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും വെറുതെ ഇരിക്കുകയല്ലല്ലോ. നമ്മൾ ഈ ചുറ്റുപാടിനെ അറിഞ്ഞ് ആസ്വദിച്ചിരിക്കുകയല്ലേ. ചുറ്റുപാടുള്ളതിന്റെയൊക്കെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കുറച്ചും കൂടി ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള സൗന്ദര്യങ്ങൾ കാണാനുള്ള ഒരു കണ്ണും മനസ്സും നമുക്ക് ഉണ്ടായി തുടങ്ങും. നമ്മുടെ ഈ ലോകത്തെ ഇവിടെയുള്ള മനുഷ്യരെയൊക്കെ നോക്കിക്കാണുന്നതിൽ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട് കുറെ മാറിക്കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ചുറ്റും വെറുതെ ഒന്ന് നോക്കുക. അവിടെ നിങ്ങളെ കൗതുകം കൊള്ളിക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടോ? ചെറിയ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടോ നോക്കുക. അതുപോലെ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് എല്ലാ ദിവസവും എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ അല്ലെ? അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ ചെറിയ ചെറിയ സംഗതികൾ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതിന്റെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. വെറുതെ. വേണമെങ്കിൽ ഒരു ക്യാപ്ഷൻ ഒക്കെ കൊടുക്കാം. അതാണ് ഒരു ആക്ടിവിറ്റി. മറ്റൊന്ന് എന്താണ്? ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുഞ്ഞിപ്പുഴുവിനെ കുറിച്ച് ആ കുട്ടി എഴുതിയതുപോലെ എന്ത് ചെയ്യാം? നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും രുചിച്ചതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ. അതിനോട് നമുക്ക് തോന്നിയൊരു ഫീല്, അതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ കുറിപ്പുകൾ. അതൊരു 4 വരി മതി അല്ലെങ്കിൽ 2 വരി മതി. പക്ഷെ അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ അങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ട് നിറക്കാൻ നോക്കുക. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഒഴിഞ്ഞിരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുക. അത് നല്ല രസമായിരിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം ഉപകാരപ്പെടും. നമ്മുടെ ഉള്ളിൽ കുറെ നമ്മളെ വളരെ ബ്ലെസ്ഡ് ആണെന്നുള്ളൊരു ഫീൽ വരും. ഇല്ലേ? എന്താണ് മൈൻഡ്ഫുൾ ആയിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ഇതുകൊണ്ടുണ്ട്. അപ്പോ കുറച്ചു നേരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ മടി പിടിച്ചിരിക്കുന്നതല്ല. നമ്മൾ ഈ പ്രപഞ്ചത്തെ ചുറ്റുമുള്ള എല്ലാത്തിലും ഭംഗിയും പ്രണയവും സൗന്ദര്യവും ഒക്കെ വീക്ഷിച്ചിരിക്കുന്ന കുറച്ച് സമയമാണ്. നമ്മുടെ മൈൻഡ് വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സമയമാണ്. നമ്മൾ ഇനി അങ്ങോട്ട് ഓടാനുള്ള അത്രയും ദൂരത്തേക്കുള്ള ഇന്ധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ രീതിയിൽ തന്നെ അതിനെ കണ്ടിട്ട് ആ ഒരു സമയത്തെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്നോട് പറയാനുള്ളത്. അപ്പോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
നല്ല ക്ലാസ് ആയിരുന്നു. ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകി, എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ലൈഫിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന വലിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ചെറിയ കാര്യമാണെങ്കിലും അത് വലുതാണ്. കാരണം നമ്മളൊന്നും ആസ്വദിച്ചിട്ടില്ലെങ്കിലും ഈ സ്പീഡിൽ പോകുമ്പോഴേ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു എഫക്റ്റ് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സർ പറഞ്ഞത് തന്നെയാണ് കാര്യം അല്ലേ? നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ബ്രീത്ത് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. മാം, എനിക്ക് പെട്ടെന്ന് ആ സമയത്ത് ജോലി ചെയ്യാൻ പറ്റില്ല. മോന് ഛർദിയൊക്കെ ആയിട്ട് പെട്ടെന്ന് കൊണ്ടോണ്ടി വന്നല്ലേ. അപ്പൊ ഞാൻ മെഡിറ്റേഷൻ പ്ലേ ചെയ്തിട്ടില്ല. ഞാനിപ്പൊ ചെയ്യാം. അപ്പൊ തിരക്കുള്ളവരാണെങ്കിൽ ലീവ് ആയിക്കോളൂ കേട്ടാ. അപ്പൊ നമുക്ക് അതും കൂടെ ചെയ്തിട്ട് ലീവ് ആവാം. ഓക്കെ. നിങ്ങളെ കുറച്ച് നേരത്തേക്ക് ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത, അധികം നോയ്സോ ഡിസ്റ്റർബൻസോ ഇല്ലാത്ത ഒരു ക്വയറ്റായ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയുള്ള ഒരു സ്ഥലം നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യാനായി കണ്ടെത്തുക. നട്ടില് നിവർത്തി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയുള്ള രീതിയിൽ ഇരിക്കുക. പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കും. നമ്മളുടെ മൈൻഡിനെ കാമാക്കാനുള്ള ഒരു എഫക്റ്റീവായുള്ള സ്റ്റെപ്പാണ് നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്യുക എന്നത്. നമ്മുടെ ശരീരത്തിനെ റിലാക്സ് ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന എഫക്റ്റീവായുള്ളൊരു പ്രാക്ടീസാണ് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക എന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ റിലാക്സ് ആക്കാനായിട്ട് കുറച്ച് ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസിലൂടെ നമ്മൾ ഈ മെഡിറ്റേഷൻ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ബ്രീത്തിങ്ങിലോട്ട് കൊണ്ടുവരിക. പതിയെ ദീർഘശ്വാസം എടുത്തു വിടാനായി ആരംഭിക്കുക. ഒരു ഡീപ്പായുള്ള ശ്വാസം നിങ്ങൾ മൂക്കിലൂടെ ഉള്ളിലോട്ട് എടുക്കുക. ശ്വാസം ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡെങ്കിലും ആ ഉള്ളിലോട്ടെടുത്ത ശ്വാസത്തെ ഹോൾഡ് ചെയ്യുക. ദെൻ പതിയെ ആ ശ്വാസത്തെ നിങ്ങളുടെ ചുണ്ടുകൾക്കിടയിലൂടെ ഫുള്ളി അതിനെ പുറത്തോട്ട് വിടുക. ബ്രീത്ത് ഇൻ. ആ ശ്വാസത്തെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ആൻഡ് ബ്രീത്ത് ഔട്ട്. സാവധാനം അതിനെ പുറത്തോട്ട് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലോട്ടെടുക്കൂ. ബ്രീത്ത് ഇൻ. And breathe out. നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ അത് നിങ്ങളുടെ നെഞ്ചിൽ നിറയുന്നതിന് പകരം അടിവയറ്റിൽ അത് പോകുന്നത് പോലെ എടുക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ and breathe out. Breathe in and breathe out. Breathe in and breathe out. ഓരോ തവണയും നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വളരെ റിലാക്സിങ് ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ളൊരു എനർജി നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിലൂടെ നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അതിനെ ഫീൽ ചെയ്യുക. ഒരു വെള്ള നിറത്തിലുള്ള പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇമാജിൻ ചെയ്യാം. ഓരോ തവണ നിങ്ങൾ ശ്വാസം പുറത്തോട്ട് വിടുമ്പോഴും നിങ്ങളുടെ എല്ലാ സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് നെഗറ്റീവ് ഫീലിങ്സ് ആണെങ്കിലും അതെല്ലാം പതിയെ നിങ്ങളുടെ ഈ ശ്വാസത്തിലൂടെ നിങ്ങളിൽ നിന്നും മുഴുവനായും പുറത്തു പോകുന്നതായും നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതിനെ ഫീൽ ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓരോ തവണ നിങ്ങൾ ബ്രീത്ത് എടുത്ത് വിടുമ്പോഴും അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ പോസിറ്റീവും കാമുമാക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ റിലാക്സ് ചെയ്യുന്നതിനെ ഫീൽ ചെയ്യുക.
Breathe in and breathe out. ഇനി നിങ്ങളുടെ ബ്രീതിങ് നോർമലായി നാച്ചുറലായിട്ട് തന്നെ നടന്നോട്ടെ, ഒരു ബലവും അവിടെ കൊടുക്കാതെ. ഇനി നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ശരീരത്തിലോട്ട് കൊണ്ടുവരിക. ഇതിനകം നിങ്ങളുടെ ശരീരം ഒന്ന് സ്ലോ ഡൗൺ ആയി കൂടുതൽ കാമായിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയെ നിങ്ങൾ ഒബ്സർവ് ചെയ്യൂ. നിങ്ങളുടെ 2 കൈകളും ജസ്റ്റ് ഒന്ന് ഇളക്കും. പതിയെ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് നിങ്ങളുടെ ചുറ്റും ഒന്ന് മെല്ലെ നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി സ്വയം ഈ മെഡിറ്റേഷൻ പ്രാക്ടീസിനായിട്ട് സമയമെടുത്തതിനെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. ഓർക്കുക, മെഡിറ്റേഷൻ ഒരു പ്രാക്ടീസാണ്. ഓരോ തവണ ചെയ്യുമ്പോഴും നിങ്ങളെ കൂടുതൽ പീസ്ഫുള്ളായ, കാമായിട്ടുള്ള, അകമേ കൂടുതൽ പവർഫുള്ളായുള്ള വ്യക്തിയാക്കിയിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം. Thank you all. Okay, ma'am. Thank you so much. Thank you. Shafida ma'am, good morning. മാം ലീവായിന്ന് തോന്നുന്നുണ്ട് ഷീജ മാം. Leave ആയോ? Okay. ആ കഴിഞ്ഞു വെച്ചിട്ട് ലീവായിട്ടുണ്ടാവേ. എന്ത് പറ്റി മോൻക്ക് സച്ചിന? അതെ, അവന് 2-3 ദിവസമായിട്ട് ചെറുതായിട്ട് ഛർദി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കാണിച്ചിട്ട് കുറഞ്ഞതായിരുന്നു. പക്ഷെ ഇന്നലെ നോക്കുമ്പോ ലൂസ് മോഷനും ഭയങ്കര പ്രശ്നം. അങ്ങനെ അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഡോക്ടറെ അടുത്ത് വെളുപ്പിനെ ഇപ്പൊ നമുക്ക് നീട്ടി വെക്കാൻ പറ്റില്ലല്ലോ, കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ പിന്നെ ആ ഒരു തിരക്കി പെട്ടിട്ട് എനിക്ക് ആ ടൈമിൽ പ്ലേ ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ചു അവര് ചെയ്തോളൂന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനേ എന്ന് സച്ചിനത്ത് മുടങ്ങാഞ്ഞപ്പോ ഞാനിതേ നോക്കിയപ്പോ കാണുന്നില്ല. ഞാൻ ഷഫിദ മാമിനോട് ചോദിച്ചു സച്ചിനക്ക് എന്ത് പറ്റി, ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല, അല്ലത് നമ്മൾ അറിയണല്ലോ, ഒരു മനുഷ്യൻ